അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ കാട്ടാനക്കൂട്ടം ബൈക്ക് യാത്രക്കാരെ ആക്രമിച്ചു. ബൈക്കിലെത്തിയ തമിഴ്നാട് സ്വദേശികൾ ഓടി രക്ഷപ്പെട്ടു. ബൈക്ക് കാട്ടാനകൾ തകർത്തു. ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, തകർത്ത ബൈക്കിന് മുന്നിലായിട്ട് ചിഹ്നം വിളിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടമാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെന്ന് വേണം പറയാൻ. എന്താണ് ഉണ്ടായത്? തീർച്ചയായും വലിയ ഭാഗ്യം കൊണ്ടാണ് ഇവർ രക്ഷപ്പെട്ടത്. കാരണം ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും എത്രത്തോളം ഭീകരമാണ് അത് എന്നുള്ളത്. ഏകദേശം 10ഓളം ആനകൾ അടങ്ങിയ ഒരു കൂട്ടം, വലിയ കൂട്ടം തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. തൃശൂർ മലക്കപ്പാറ അതിരപ്പള്ളി അന്തർസംസ്ഥാന പാത, ആ പാതയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ കാട്ടാനകൾ ഈ കാടിനോട് ചേർന്നുള്ള സ്ഥലത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ കാട്ടാനകളെ കണ്ടപ്പോൾ ബൈക്കിലെത്തിയ സംഘം ബൈക്ക് നിർത്തി ഈ കാട്ടാനകളെ കാണാനായി നിന്നു. പക്ഷേ അപ്രതീക്ഷിതമായി ഈ കാട്ടാനകൾ നേരെ ഈ ബൈക്കിലെത്തിയ സംഘത്തിന് നേരെ തിരിയുകയായിരുന്നു. അങ്ങനെ ഓടി രക്ഷപ്പെടുന്നതിന് വേണ്ടി വാഹനം അവിടെ ഉപേക്ഷിച്ച് ഇവർ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അവിടെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ഹെൽമെറ്റ് ചവിട്ടി തകർക്കുകയും ചെയ്തു. ബൈക്കിന് കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. ഇവർ തമിഴ്നാട് സ്വദേശികളാണ് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്ന വിവരം. പിന്നീട് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് തമിഴ്നാട് സ്വദേശികളല്ല, മലയാളികൾ തന്നെയാണ്. തൃശ്ശൂർ ജില്ലയിൽ അല്ല, തൊട്ടടുത്തുള്ള മറ്റൊരു വാഹനത്തിൽ ഉണ്ടായിരുന്ന ഒരു യാത്രക്കാരൻ പകർത്തിയതാണ്. ഇവർ ഓടി രക്ഷപ്പെട്ടതിന് ശേഷം പകർത്തിയ ദൃശ്യങ്ങളാണ്. ഇങ്ങനെ യുവാക്കളെ കാട്ടാൻ ആക്രമിച്ചിട്ടുണ്ട് എന്ന് ഈ വനത്തിന് പുറത്തുള്ള ആളുകളെ അറിയിക്കുന്നത് നമുക്ക് ആ വീഡിയോ ക്ലിപ്പിൽ ഓഡിയോ സന്ദേശമായി കേൾക്കാം. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് തൃശ്ശൂർ സ്വദേശികൾ തന്നെയാണെന്നാണ് നമുക്കിപ്പോൾ ഒടുവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മറ്റ് സംസ്ഥാനക്കാരാണ് എന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. ഈ മേഖലയിൽ മൊബൈൽ ഫോണിന് റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് രാവിലെ നടന്ന സംഭവം ഏറെ വൈകിയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞത്. ബൈക്കിലുള്ളവർ ഓടി രക്ഷപ്പെട്ടോ അതോ ഇവർക്ക് എന്തെങ്കിലും പരിക്കേൽക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? നേരിട്ട് ആക്രമിച്ചോ അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുന്നതിനിടെ പരിക്കോ മറ്റോ ആ രീതിയിൽ എന്തെങ്കിലും വിവരങ്ങൾ വനംവകുപ്പ് നൽകുന്നുണ്ടോ ലിഷോയ്? ആർക്കും തന്നെ പരിക്കില്ല. ഈ ബൈക്കിന് കാര്യമായ കേടുപാടുകളില്ല. ആ ബൈക്ക് എടുത്ത് തന്നെയാണ് അവർ പിന്നീട് യാത്ര തുടർന്നതും. എന്തായാലും വലിയ രീതിക്ക് ഒരു അപകടം ഉണ്ടാകുമായിരുന്നു. പക്ഷേ അത് തലനാരിഴയ്ക്കാണ് യുവാക്കൾ എന്തായാലും രക്ഷപ്പെട്ടത്. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. കാരണം മുളങ്കൂട്ടത്തിന് അടുത്ത് ഈ ആനക്കയം ഭാഗത്താണ് ഈ സംഭവം ഉണ്ടായിരുന്നത്. ഈ മേഖലയിൽ സ്ഥിരമായി ആനകളുടെ സാന്നിധ്യമുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വാഹനങ്ങളൊന്നും തന്നെ നിർത്തരുത് എന്ന് കർശനമായ നിർദ്ദേശം നൽകാറുണ്ട്. പക്ഷേ അത് പലപ്പോഴും ഇതുവഴി വരുന്ന വിനോദസഞ്ചാരികൾ ആനകളെയും മറ്റു വന്യമൃഗങ്ങളെയും ഒക്കെ തന്നെ കാണുമ്പോൾ വാഹനം നിർത്തി അവയെ കാണുന്നതിന് വേണ്ടി നിൽക്കാറുണ്ട്. ആ ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഏറ്റവും അധികം ഉണ്ടാവാറുമുള്ളത്. ലിഷോയ്, ആ വഴി വന്ന മറ്റു വാഹനങ്ങളെയും ഓടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഇപ്പോൾ കണ്ട ഒരു ദൃശ്യത്തിൽ മറ്റൊരു വാഹനത്തിന് പിന്നാലെ കാട്ടാനെ ഓടുന്ന ഒരു ദൃശ്യമുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തിട്ടുണ്ടല്ലേ? തീർച്ചയായും. അതായത് അത് ഈ നിന്ന ആനക്കയം ഭാഗത്ത് നിന്ന് കുറച്ച് മാറിയുള്ള സ്ഥലത്താണ് ഈ ഒരു ഒറ്റയാൻ ഈ കാറിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരനെ ആക്രമിക്കുന്ന ഒരു ദൃശ്യം, കാറിന് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു ദൃശ്യം വന്നിരിക്കുന്നത്. അത് ആ മേഖലയിൽ നിന്ന് കുറച്ച് മാറിയാണ്. പക്ഷെ ഈ അതിരപ്പള്ളിയിൽ നിന്ന് മലക്കപ്പാറയിലേക്കുള്ള ഈ റോഡ് വനത്തിനുള്ളിലൂടെയാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലമൊക്കെ ആയതിനാൽ തന്നെ വന്യമൃഗങ്ങളൊക്കെ തന്നെ പലപ്പോഴും ഈ മേഖലയിലൊക്കെ തന്നെ ഈ പുഴയോട് ചേർന്നുള്ള മേഖലയിലൊക്കെ തന്നെ നിലയുറപ്പിക്കാറുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും ആളുകൾ വാഹനം നിർത്തുന്നതും അപകടത്തിന് കാരണമാകും. ശരി.